ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ ഇതേ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ആ കുഞ്ഞു നിഴൽ വരുന്നത് കണ്ടോ, അതെൻ്റെ തനുക്കുട്ടിയാണ് കേട്ടോ. അവളാണ് എൻ്റെ ഒഫീഷ്യൽ ക്യാമറാമാൻ. എനിക്ക് എല്ലാ വീഡിയോസൊക്കെ ഞാൻ നടന്നു പോകുന്നതൊക്കെ എടുത്തു തരുന്നത് അവളാണ് കേട്ടോ. അപ്പോൾ തനുക്കുട്ടിയും ഞാനും ശരത്തേട്ടനും എല്ലാവരും കൂടി ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ മുന്നേ ഇറങ്ങിയത് പുറത്തുനിന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏരിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും കാണും. എനിക്കപ്പോൾ അങ്ങനെ കൂടുതൽ വീഡിയോ എടുക്കാനായിട്ട് തോന്നാറില്ല. എല്ലാവർക്കും ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ വ്ളോഗ്സ് എടുക്കുന്നു എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ പ്രൈവസീനെ നമ്മൾ മാനിക്കട്ടെ. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ പ്ലേറ്റിലുള്ളതൊക്കെ തന്നെ ഞാൻ അധികം കാണിച്ചിട്ടുള്ളൂ കേട്ടോ. എപ്പോഴും നമ്മൾ എടുക്കാൻ ചെല്ലുന്നിടത്ത് ഒരുപാട് പേര് കാണും. അപ്പോൾ നമുക്ക് അങ്ങനെ വിശാലമായിട്ട് നിന്ന് വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല. അത് ശരിയല്ല. പിന്നെ നമ്മളാണെങ്കിലും ട്രിപ്പൊക്കെ പോകുന്നത് ഒന്ന് റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഇല്ല. അപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കാനൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇതേ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആകാശം എന്തേ നല്ല ബ്ലൂ കളർ കേട്ടോ. ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്രയും നീല കളറിലെ ആകാശം കണ്ടിട്ടില്ല. അത് മാത്രമല്ല ചന്ദ്രൻ പോയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കതങ്ങനെ ഒരു കൗതുകം പോലെ തോന്നിയ കാരണം കൊണ്ട് ഞാനതങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ശരത്തേനും കാർ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ ഇച്ചിരി വെയിലങ്ങ് കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. വെയിലുണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നത് തണുപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ബാംഗ്ലൂരിനേക്കാളും തണുപ്പുണ്ട്. ബാംഗ്ലൂർ പിന്നെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഭയങ്കര ക്രൗഡഡ് ഏരിയ ആണ്. അതുപോലെ ബിൽഡിങ്സും എല്ലാം ഒരുപാട് കൂടുതലാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഡിഫറൻസ് ഊട്ടിക്കുണ്ട്. ഊട്ടിക്ക് ഇച്ചിരി കൂടി തണുപ്പ് കൂടുതലാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഊട്ടിയിലല്ല കറങ്ങുന്നത് കേട്ടോ. ഊട്ടിയിൽ നിന്ന് 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് കുന്നൂർ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കൂന്നൂർ എന്ന് പറയുന്ന സ്ഥലം വരുന്നതും ഈ നീലഗിരി ഹിൽസിൻ്റെ അണ്ടറിൽ തന്നെയാണ് കേട്ടോ. ഊട്ടിയും കൂന്നൂറും ഒക്കെ അടുത്തടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഊട്ടിക്ക് പോകുന്നവർക്ക് എന്തായാലും കൂന്നൂറും കൂടിയും കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. 1.5 മണിക്കൂർ മാക്സിമം 2 മണിക്കൂറിൻ്റെ ഡ്രൈവൊക്കെ നമുക്ക് അവിടേക്ക് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോഴത്തേക്കും അവിടെ ഒന്ന് വണ്ടി നിർത്തി ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഒന്ന് കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൂന്നൂരിൻ്റെ ഭംഗിയിലേക്ക്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇതുപോലത്തെ ടീ പ്ലാന്റേഷൻസ് ആണ് കേട്ടോ. ഇതാ മേലെ കണ്ടോ ഒരുപാട് പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാറ് നിർത്തി ഇറങ്ങുമ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സ് വരും കേട്ടോ ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചിട്ട്. ഇതുപോലെ നമ്മളെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഫാമിലി ഫോട്ടോയും കപ്പിൾ ഫോട്ടോയും ഒക്കെ നമുക്ക് എടുത്തു തരും. ഒരു ഫോട്ടോയ്ക്ക് 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അവിടെ വരുന്നവർ മുഴുവൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ട്രിപ്പിനും പോകുമ്പോഴത്തേക്കും ഇതുപോലെ ഫോട്ടോസ് എടുക്കാറുണ്ട്. എന്നാൽ പിന്നെ ഇത്തവണ ഇവിടെ നിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ശരത്തേട്ടനൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആര് ഈ ഡ്രസ്സ് ഇട്ടാലും ഭംഗിയുണ്ട് കേട്ടോ. തനക്കുട്ടീനെയൊക്കെ കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല അവിടെ നിൽക്കുന്ന എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സിൽ കാണാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളും ഡ്രസ്സൊക്കെ ഇട്ടു. ഞങ്ങൾ കപ്പിൾ ഫോട്ടോയും എടുത്തായിരുന്നു, ഫാമിലി ഫോട്ടോയും എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവർ അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് തരും. നമ്മൾക്ക് അവിടെ താഴെ തേയിലപ്പൊടിയും അതുപോലെ അതർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവർ നമുക്ക് പ്രിൻ്റ് എടുത്ത് തരും, പെട്ടെന്ന് തന്നെ തരും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതേ മേലേക്ക് കയറാൻ പറഞ്ഞു. ഇതിങ്ങനെ കുത്തനെയാണെങ്കിലും പേടിക്കാനൊന്നുമില്ല കേട്ടോ. നടന്ന് കയറുമ്പോൾ നിരപ്പായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തോളാം. നല്ല രസമാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ ഏതെങ്കിലും വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഡ്രസ്സ് അവർ ഊരി വാങ്ങിച്ചായിരുന്നു. ഞാൻ പിന്നെ അറിയാണ്ട് നമ്മുടെ മൊബൈലിലും 2 ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി മേലെ കയറിയിട്ട് നമുക്ക് തന്നെ നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ്. ഈ പാറയൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വീഴുമെന്നൊന്നും തോന്നരുത്. ഈ വീഡിയോ കൂടെ കാണുമ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണെന്ന് തോന്നിയാലും അതിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിങ്ങനെ കുത്തനെയൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഈ ചെടികൾക്കിടയിൽ നല്ല പോലെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കൂടെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. കാണുമ്പോഴാണ് ഇങ്ങനെ ഇതിങ്ങനെ കുത്തനെയാണല്ലോ എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി, ഞങ്ങളെന്നല്ല എല്ലാവരും കയറി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതേ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കൂന്നൂർ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ആദ്യം പോകുന്നത് ലാംസ് റോക്ക് കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കൂന്നൂരിൽ നിന്ന് ഏകദേശം 8-10 കിലോമീറ്റർ ഉണ്ട്. ഹെയർ പിൻ കയറി വേണം നമുക്ക് പോകാനായിട്ട്. ചുറ്റുപാട് നമുക്കിങ്ങനെ
ടീ എസ്റ്റേറ്റും കോഫി എസ്റ്റേറ്റുകളും ഒക്കെ കാണാനായിട്ട് പറ്റും. അങ്ങോട്ടേക്ക് ഒരു എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയിൽ നമുക്ക് കാർ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയതാണ്. അവിടെ തന്നെ ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ കാർ പാർക്കിങ്ങിന് ഏരിയ ഉണ്ട്, മുന്നോട്ട് പോയിക്കോളാനാണ് അവർ പറഞ്ഞത്. രാവിലെ 9 മണി മുതൽ 5:30 വരെയാണ് നമുക്ക് ഇവിടെ വിസിറ്റിംഗ് ടൈം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത്, കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പോകുന്ന വഴി റോഡിൻ്റെ സൈഡിലൊക്കെ ഇടാം, അത്രയൊക്കെ തന്നെ സ്പേസ് ഉള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ അതിനൊരു റേറ്റ് നമ്മൾ കൊടുക്കണം, 10-30 രൂപയുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് പേര് ചെറിയ ചെറിയ കുട്ടി കുട്ടി കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല കോണും ചൂടായിട്ട് ബജിയും ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ എൻട്രി ഫീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങ് കടന്നോട് കൂടിയിട്ടുണ്ടല്ലോ, തണുപ്പിൻ്റെ ലെവൽ വേറെ ആയിപ്പോയി. അത്രയും തണുപ്പാണ്, കൊടും തണുപ്പായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും മിക്കവാറും ആളുകൾ സ്വെറ്ററോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര തണുപ്പാണ്. ഇത് കാടായതുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ശരത്തേട്ടൻ അങ്ങോട്ട് കയറുമ്പോഴേ ചെവിക്കകത്ത് പഞ്ഞിയൊക്കെ തിരികെ വെക്കുന്നുണ്ടായിരുന്നു. എനിക്കും തന്നായിരുന്നു പഞ്ഞി, പക്ഷേ ഞാൻ തിരികെ വെച്ചില്ല കേട്ടോ. തനുക്കുട്ടിയാണെങ്കിൽ കാറിൽ കിടന്ന് ഉറങ്ങി, ഞാനും കുറച്ച് നേരം ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ തനുക്കുട്ടിക്ക് ഇങ്ങനെ ഉറങ്ങി എണീറ്റ ഒരു ഉറക്കച്ചടവ് പതിവാണ്, അതിൻ്റെയാണ് ആ പിണക്കം. തനുവാ, ഇതിങ്ങനെ കുറേ ദൂരം നടക്കാനായിട്ടുണ്ട്. അപ്പോൾ 2 വഴിയുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റെപ്പായിട്ട് കയറാനും പറ്റും, അല്ലാതെ കുത്തനെ കയറുന്നത് അപ്പുറത്തെ ഭാഗത്തുണ്ട്. അപ്പോൾ ഏതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് കയറാം. എന്ത് തന്നെയാണെങ്കിലും നന്നായിട്ട് കിതപ്പ് വരും. നല്ല പ്രായമുള്ള ആൾക്കാർ, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പ്രായമായ ആൾക്കാർ കയറുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പതുക്കെ ആയിരിക്കും എന്ന് മാത്രം. പക്ഷേ ഇതൊരു വേറെ ഒരു ഫീലാണ് നമുക്ക്. ഈ കാടിനകത്ത് കൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ഒരു ഫ്രഷ് എയർ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ ശ്വസിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലതായിട്ട് ആ ഒരു തണുപ്പും നല്ല റിഫ്രഷ്മെൻ്റാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ആ കുന്നുംപുറത്തേക്ക് കയറി. നല്ല ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ കയറി വന്നപ്പോഴത്തേക്കും ശരത്തേട്ടനല്ല ആദ്യം കയറിയത്. ശരത്തേട്ടൻ പറയുന്നത് ഈ കാണുന്നത് മൂടൽമഞ്ഞ് ഇപ്പം വന്നതാണ് എന്നാണ് കേട്ടോ. ഞങ്ങൾ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ അങ്ങ് ആകെ മഞ്ഞ് മൂടിപ്പോയി. അല്ലായിരുന്നു ഈ താഴത്തേക്കുള്ള വ്യൂ അതിഗംഭീരമാണെന്നാണ് ശരത്തേട്ടൻ പറഞ്ഞത് കേട്ടോ. നമ്മുടെ ആ റോഡ് ഇതൊക്കെ കാണാൻ, എസ്റ്റേറ്റുകൾ കാണാൻ നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇവിടെ കയറി എത്തപ്പോഴത്തേക്കും തനുക്കുട്ടിയുടെ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത്ര ക്ലിയർ അല്ല. ഇത് മറ്റേ ചിക്കമംഗ്ലൂർ പോയില്ലേ ജീപ്പേ കയറി, അതുപോലെ കൈ വെച്ചോ. ഇതാണ് ലാംബ് റോക്ക്. അങ്ങനെ ലാംബ് റോക്ക് കണ്ട് നിർവൃതി അടഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നായിരുന്നു കേട്ടോ. ആ കിതപ്പൊക്കെ ഒന്ന് മാറണ്ടേ. നല്ല പൊക്കത്തിലാണ്. ഇവിടുന്ന് ഒരു ഒറ്റ ചാട്ടം ചാടിയ പണിക്കുറ്റങ്ങ് കഴിഞ്ഞ് കിട്ടും. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊന്നും ഇതങ്ങനെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും അല്ലല്ലോ. മൂടൽമഞ്ഞും ഭയങ്കരമാണ് കേട്ടോ, പറയാൻ പറ്റില്ല. നിമിഷ നേരം കൊണ്ടാണ് വന്ന് മൂടുന്നത്. പിന്നെ നമുക്ക് കണ്ണും കാണില്ല, ഒന്നും കാണില്ല. ശരത്തേട്ടൻ പറയായിരുന്നു, പണ്ട് ഞങ്ങൾ ചിക്കമംഗ്ലൂർ ട്രിപ്പ് പോയപ്പോഴത്തേക്കും ഇതുപോലൊരു റോക്കിൻ്റെ പുറത്തേക്ക് വലിഞ്ഞു കയറിയായിരുന്നു കേട്ടോ. ഇതുപോലെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കയറാനായിട്ട്. ഇത് പക്ഷേ നല്ല വഴിയായിരുന്നു കേട്ടോ. കയറാൻ ഇറങ്ങാനൊക്കെ നമുക്ക് സുഖമാണ്. പതുക്കെ ഇരുന്നും കിടന്നൊക്കെ പോയാൽ മതി എന്ന് മാത്രം. തിരിച്ചിറങ്ങുമ്പോൾ പിക്കുമോൻ എൻ്റെ കൂടിയായിരുന്നു. തനുക്കുട്ടി ആദ്യമേ ചാടിത്തൊള്ളി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ എൻ്റെ മുടിയൊക്കെ കണ്ടോ, ഇങ്ങനെ കുഴലപ്പം പോലെ ചുരുണ്ട് വരുമായിരുന്നു കേട്ടോ. ഞാൻ എന്നും രാത്രിയാണ് ഇവിടെ തല കുളിച്ചിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണോ എന്താണെന്നറിയില്ല, ഭയങ്കര ഫ്രിസ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ശരത്തേട്ടൻ ദേ ഓടിച്ചാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തനുക്കുട്ടി ആദ്യം ഇറങ്ങിയിട്ടോ. കയറുമ്പോൾ ഭയങ്കര മടിയായിരുന്നെങ്കിലും ഇറങ്ങാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ദേ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പതുക്കെ ഇറങ്ങുന്നുള്ളൂ, കാരണം എനിക്ക് കാട് കണ്ട് മതിയാവുന്നില്ല ായിരുന്നു കേട്ടോ. അത്രയും രസമായിരുന്നു. ചീവീടിൻ്റെ സൗണ്ട്, കിളികളുടെ ഒച്ചപ്പാട്, ഒരു
പ്രത്യേക വൈബായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വൈബും താണ്ടി ഞങ്ങൾ താഴേക്ക് എത്തി. അപ്പോൾ ശരത്തേട്ടൻ ഞങ്ങൾക്ക് നല്ല ചൂടാന്ന് ബജ്ജി മേടിച്ച് തന്നു. ഞാൻ വാങ്ങിച്ചത് മുളക് ബജി അല്ല, കായ ബജിയാണ് കേട്ടോ. കുറേ കാലമായി ഞാൻ കായ ബജി കഴിച്ചിട്ട്, അതുകൊണ്ട് അത് അവിടെ നിന്ന് തട്ടിവിട്ടു. baby, ada cuaca, baby, ലാംസ് റോക്കിൽ നിന്നും ഡോൾഫിൻ നോസിലേക്കുള്ള ദൂരം വെറും 2 കിലോമീറ്ററിന് താഴെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വ്യൂ നമുക്ക് കാണാനുള്ളത് ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കാറൊക്കെ കുറച്ച് ദൂരെ മുന്നേ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോൾഫിൻ നോസ്. അതുപോലെ ആ വാട്ടർഫോൾസ് കാണുന്നില്ലേ, അതിൻ്റെ പേരാണ് കാത്തറിൻ വാട്ടർഫോൾസ്. സീ ലെവലിൽ നിന്ന് ഏകദേശം 5075 ഫീറ്റ് മേലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. താഴെ മുഴുവൻ ടീ എസ്റ്റേറ്റ്, കോഫി എസ്റ്റേറ്റുകളൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെ ഇറക്കായ കാരണം കൊണ്ട് ആരും അവിടേക്ക് പ്രവേശനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി. പിന്നെ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ആ കാണുന്ന കാത്തറിൻ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ സ്പൈസസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ടീ ലീവ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ ഫുഡൊന്നും കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ചൂടായിട്ട് നല്ല മാഗിയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് കഴിക്കാൻ കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മാഗിയൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഇതുപോലെ സ്പൈസസ് ഒക്കെ വിൽക്കാനിരിക്കുന്നതായിട്ട് കണ്ടായിരുന്നു. ഞാൻ സ്പൈസസ് ഒന്നും അങ്ങനെ വാങ്ങിച്ചില്ല, കാരണം എല്ലാം ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയായിരുന്നു, ഒന്നും പാക്കഡ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കൊന്നും വാങ്ങിക്കാൻ തോന്നില്ല എന്ന് കരുതി വേറെ ആൾക്കാർ വാങ്ങിക്കേണ്ടിയിരിക്കുന്നൊന്നുമില്ല കേട്ടോ. ഒരുപാട് പേര് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഊട്ടി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇല്ലേ, അത് ഞാൻ വാങ്ങിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആ സ്ഥലത്തിൻ്റെ വാങ്ങിക്കാറുണ്ട്. അത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേലെ കൊണ്ടുപോയി ഒട്ടിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഉച്ച സമയമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തുമ്പോഴത്തേക്കും നല്ല വിശപ്പ് കാരണം കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മാഗി കഴിച്ചത്. വേറെ കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ല. ഈ അച്ചച്ചനെ കണ്ടോ, ഈ അച്ചച്ചൻ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ഇതേ നിൽപ്പ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, തിരിച്ചതേ ഇങ്ങോട്ട് വരുമ്പോഴും അതേ നിൽപ്പ് തുടരുന്നുണ്ട് കേട്ടോ. വേറൊരു അച്ചച്ചൻ കമ്പനിക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ 2 സ്ഥലങ്ങളിലും വന്നിട്ടും എനിക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യം, ഒന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഇല്ലായ്മയും, 2 നമുക്ക് വാഷ്റൂമിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുമായിരുന്നു കേട്ടോ. വാഷ്റൂം അവിടെ ഉണ്ട്, പക്ഷെ മൂക്ക് പൊത്താണ്ട ഭാഗത്തേക്ക് കടക്കാനായിട്ട് പറ്റില്ല, ഡോറൊന്നും ഇല്ലായിരുന്നു. സഹിക്കല്ലാണ്ട് വേറെ പാകമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വാഷ്റൂമിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ കണ്ട ആ മേലെ ഭാഗത്ത് മുഴുവൻ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ അത്രയും ദൂരം നമ്മൾ അങ്ങോട്ടേക്ക് നടന്നൊക്കെ പോകണം കേട്ടോ. ഞങ്ങളുടെ വണ്ടി അത്രയും ദൂരമല്ല, അതിന് മുന്നേ ആയിട്ട് ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ പൊളി ഫോട്ടോ കിട്ടും. ക്യാമറ എത്തവണ ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മൊബൈൽ ഫോണിലാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, റോഡൊക്കെ വീതി കുറവാണ്. അപ്പോൾ നല്ല ഡ്രൈവിംഗ് സ്കില്ലുള്ളവർക്ക് ഡ്രൈവ് ചെയ്ത് ഈ വഴി പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം അപ്പുറത്തും തേയിലത്തോട്ടമായിരിക്കും, ഇറക്കത്തും തേയിലത്തോട്ടമായിരിക്കും. ഡോൾഫിൻ നോസ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സിംസ് പാർക്കിലേക്കാണ് വന്നത് കേട്ടോ. സിംസ് പാർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 10-35 ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു പാർക്ക് ഇരിക്കുന്നതെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ദൂരം നടക്കാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ലോൺസും പിന്നെ പൂക്കളും ഫ്ലവർ ബെഡും അങ്ങനെ പൂക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്, നല്ല ഭംഗിയുമാണ്. ഒരുപാട് മരങ്ങളുണ്ട്, നമുക്ക് റെയറായിട്ട് മാത്രം കാണാൻ പറ്റുന്ന കുറേ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ കാണാം, നല്ല രസമാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നടന്നെത്തിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. പിന്നെ ഇതാ അവിടെ ഒരു ചെറിയ ഏരിയ കാണുന്നില്ലേ, ഇത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഞാൻ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ എത്തുമ്പോഴത്തേക്കും ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഊട്ടിയിൽ പോയി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇത് അത്ര വലിയ പുതുമയായിട്ട് തോന്നിയില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാമല്ലോ, ഇത്രയും ദൂരം നടക്കുകയൊക്കെ ചെയ്തതല്ലേ. ഈ പാർക്കിനകത്ത് കയറാനും എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാറ് നമുക്ക് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യാൻ പറ്റുക, അതിനും കാശ് പിരിക്കാനായിട്ട് അവിടെ
ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ഇത് കോർപ്പറേഷൻ ഏരിയ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർക്കും നമ്മൾ പൈസ കൊടുക്കണം കാറ് റോഡിലിടുകയാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഈ പാർക്കിൽ അധികം കളിക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം അവിടെയൊക്കെ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇരിക്കണം എന്ന് വിചാരിച്ചെങ്കിലും ഇരിപ്പൊന്നും നടന്നില്ല. പിന്നെ അവർ ഒരു 10-15 മിനിറ്റ് മാത്രമേ കളിച്ചുള്ളൂ. അവർക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല എന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ച് പോവുകയും വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ തിരിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്ലോപ്പ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം. മേലേക്ക് കയറുമ്പോൾ കയറി പോകണം. വഴിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മളിങ്ങനെ കിതച്ച് നമുക്ക് വയ്യാണ്ടാവും കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴി നമുക്കിതേ മദ്രാസ് റെജിമെൻ്റൽ സെൻറ്റർ കാണാനായിട്ട് പറ്റും. ആ ഒരു റോഡിൽ കൂടിയാണ് നമുക്ക് പോകാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ എൻട്രി ഒന്നും ഇല്ല കേട്ടോ ഇതിനകത്തേക്കൊന്നും. പക്ഷേ ഈ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമീനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. കണ്ടോ, അവരെയൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അവരൊക്കെ വാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ളൊരു റോഡാണ്, അതുകൊണ്ടാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത്. ആർമി ഓഫീസേഴ്സിൻ്റെയൊക്കെ ക്വാർട്ടേഴ്സും അവരുടെ ഈ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഈ പോകുന്ന വഴിക്കാണ് കാണുന്നത് കേട്ടോ. വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കൊന്നുമില്ല. ഈ റോഡ് മാത്രമേ പബ്ലിക്കിന് കൂടെ പോകാനായിട്ട് സമ്മതിക്കുന്നുള്ളൂ കേട്ടോ. വേണ്ട MRC എന്ന് എഴുതിയിരിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞ മദ്രാസ് റെജിമെൻ്റൽ സെൻറ്റർ എന്ന് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ അതുവഴി ഞങ്ങൾ പാസ് ചെയ്തു. ശരിക്കും ഊട്ടിയിൽ നമുക്ക് 2 ദിവസത്തെ സ്റ്റേ, വെറുതെ കാണാനും മറ്റാണെങ്കിൽ 2 ദിവസത്തെ സ്റ്റേ ആവശ്യമുള്ളൂ. പിന്നെ കൂന്നൂറൊക്കെ കവർ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മളൊന്നും എപ്പോഴും എല്ലാ സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് എനിക്ക് ഒരു സ്ഥലം ഒരു വട്ടം കാണുന്നതേ ഇഷ്ടമുള്ളൂ. അതിൽ കൂടുതലൊന്നും പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ഥലവും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഊട്ടിക്ക് വരുന്നവർ കൂന്നൂറും കൂടിയും കവർ ചെയ്തു എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ഇന്നത്തെ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിച്ചു. അപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ക്ലൈമറ്റും കൂടി ആസ്വദിക്കണം, പിന്നെ ഒരു കുറച്ച് ദിവസം ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ 3-4 ദിവസം ഊട്ടിയിൽ സ്പെൻഡ് ചെയ്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ ദേ ഞങ്ങൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കുന്ന സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്ന് ഡിന്നറൊക്കെ കഴിച്ചു. അപ്പോൾ ക്രിസ്മസ് നൈറ്റ് ആയ കാരണം കൊണ്ട് ഇന്ന് സ്പെഷ്യലായിട്ടായിരുന്നു ഡിന്നർ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇതായിട്ടുള്ള ഡെക്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവരുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വേറെയും ചില കാര്യങ്ങളുള്ള കാരണം കൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് വരുന്നത്. പിന്നെ ഒരു ചെറിയ മടിയും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ ഇപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വേറെ ചില ഉത്തരവാദിത്തങ്ങൾ കൂടി എൻ്റെ തലയിലേക്ക് വന്നു പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുക്കുന്നത് കേട്ടോ. പിന്നെ എനിക്കൊരു റെസ്പോൺസ് കിട്ടുന്നതും അതിന് അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടബോധം തോന്നരുതല്ലോ. അപ്പോൾ എനിക്ക് വേറെയും ചില കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഇപ്പോൾ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനും കൂടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ റൂമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കുട്ടികൾ ശരത്തേൻ്റെ കൂടെ നല്ല കളിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.